ഗൈസ് വെൽക്കം ടു ഹൈവേ ഡ്രൈവർ RP. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വന്നു കേട്ടോ. വീഡിയോ ഏതാ വെച്ചാൽ ഒരു ഓഫ് റോഡ് വൈബാണ്. ഓഫ് റോഡ് നിങ്ങൾ ജീപ്പ് ഓഫ് റോഡ് അടിക്കണ വണ്ടി ഉണ്ടാവും, അതേ നമ്മൾ ഒരുപാട് വാഹനങ്ങൾ ഓഫ് റോഡ് അടിക്കണ കണ്ടിട്ടുണ്ടാവും. ഇത് ഓഫ് റോഡ് അടിച്ച വാഹനം എന്താ വെച്ചാൽ ഇതാണ് മുതൽ ഓഫ് റോഡായിട്ട് വന്നത് TN സിയാസ്. ഫുൾ ഓഫ് റോഡ് വൈബ്. ഇതാണ് നിങ്ങൾ ഏരിയ ഉണ്ട്, നിങ്ങൾ ഇതേപോലത്തെ ഏരിയയാണ്. ഞാൻ പോകുമ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതേപോലത്തെ ഏരിയ ഫുള്ള്. ഈ വണ്ടി ഉണ്ടല്ലോ, ഈ വണ്ടി ഇനി റിവേഴ്സ് എടുത്ത് ഇങ്ങനെ പോരണം. ഫുള്ള് ഇനി റിവേഴ്സ് എടുത്താണ്ട് അവിടുന്ന് പാകല്ല ഏരിയ തിരിച്ചണം വണ്ടി. ഫ്രണ്ടൊക്കെ കണ്ടങ്ങൾ, ഫ്രണ്ടൊക്കെ നിൽക്കണങ്ങൾ. വരട്ടെ, റിവേഴ്സ് വരട്ടെ. അങ്ങനെ വണ്ടി റിവേഴ്സ് പോരാണ്. നല്ല മഴയും വരുന്നു കേട്ടോ, കാറ്റ കടങ്ങൾ അടിച്ചിനെ. ആംബിയൻസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒരു അഡ്വഞ്ചർ പരിപാടിയാണ്. അതും ഈ ഒരു വാഹനം വെച്ചുണ്ട്. സിയാസ് ആട്ടത്. ഞാൻ ഏരിയ കാണിച്ചു തരാം, അതായത് വണ്ടി പോണ ഏരിയകൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ നിർത്തിയാണ് ചെയ്യേണ്ടത്. ഇതിന് കഴിച്ചില്ല ചെറിയ പേടിയാണ് കേട്ടോ. അതൊക്കെ തേങ്ങയാണ്. നിങ്ങൾ എന്താണ് റൂട്ട്? അവിടെ നിന്ന് ഇങ്ങനെ റിവേഴ്സ് പോന്നാ. ഇല്ലല്ലോ, ഇതാണ് നിങ്ങൾ ഇതാണ് റൂട്ട്. അല്ലേ ആരാ ഊരാ? തേങ്ങ ഊരാ ആൾക്കാർ. നല്ല റോഡാണ് വിചാരിച്ചു. അതാണ് വീഡിയോയിൽ കയറിയപ്പോ നല്ല റോഡ് കഴിക്കാനാണ്. ഏടെ മാരുതിക്ക് ബിൽഡ് ക്വാളിറ്റി ഇല്ലാന്നൊക്കെ വെറുതെ പറയാ അല്ലേ? ഇത് എത്ര ഏക്കർ ഉണ്ടാവും? ഏകദേശം 30 ഏക്കറും. ഫ്രണ്ടിന്റെ പ്രോപ്പർട്ടിയാണ്. ഞങ്ങളെ ഏരിയ ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ അത്രയും വെളുന്തല ഏരിയ കേട്ടോ. ഫുള്ള് റബ്ബർ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വെളുന്താണ്. സീറ്റ് ബെൽറ്റേ കയറാം. എണ്ണയൊക്കെ സംശയമുണ്ട്. കുറ്റി അങ്ങനെ തലക്കറ സ്റ്റാർട്ടിങ് ആട്ടോ. എന്റെ കോലം നോക്കിയാ ജീപ്പ് വരെ കേറാത്ത സൈറ്റിൽ കൂടെയാണ് ഞാൻ ഈ സാധനം കൊണ്ട് പോണത്. അതല്ലേ ആ ഡ്രൈവിംഗ് സ്ഥലത്ത് നിന്ന് ഞാൻ മാറിയത്. ഇങ്ങോട്ട് പോരാനുള്ള സുഖകരം എനിക്കറിയാം. അല്ല അങ്ങോട്ട് പോകാനേ ഞാൻ പാറമ്മ കൂടെ കയറണായി. ചോരണ്ട് ഇവിടെ ഇറങ്ങി കളിച്ചു വണ്ടി. കേറി മോനെ. ജീപ്പ് കൊണ്ട് ദിവസം വരുന്നുണ്ട്. ജീപ്പിൽ വരുമ്പോള് ഒരു അനക്ക് മിസ്സായതാണ്. ഞങ്ങൾ അന്നാ ജീപ്പും കൊണ്ട് പോയത്. ഏത് കേൾക്കണമ്പോഴേക്ക് അക്കുവൊക്കെ ഒരോളിച്ചിട്ട് അക്കുനെ കണ്ണ് അക്കൊക്കെ സത്യത്തിൽ ഒരോളിച്ചത് തന്ന ആവശ്യമായിരാ നിർത്ത്. ഞാൻ ഇറങ്ങി നടന്നോളാം. എനിക്ക് പേടിയാണ്. വണ്ടി ഇങ്ങനെ സിംഗിൾ വീൽ മറിഞ്ഞില്ലാതെ പോണതേ. അത്ര അഡ്വഞ്ചർ ഏരിയ. ഒരു ജീപ്പ് ഒരു ഈ സൈഡ് ചെരിഞ്ഞിട്ട് വുഡ് കല്ലുമ്മ തട്ടിയിട്ടാണ് വരുത്തിയാ പോണത്. അത് ഫോറസ്റ്റ് കൂടെ പോണേ, പെർമിഷൻ അല്ല. വന്നിട്ടില്ല ഇവിടെ. ഇവിടെയൊക്കെ എന്തായാലും കൊണ്ടേനെ എനിക്കറിയാം. പേരും കൊണ്ടേനെ ആരും അഡ്വഞ്ചറിന് ഉപയോഗിക്കുന്ന സാധനമാണ്. കോഡാണ്. നല്ല നമ്മൾ കോഡ് എടുക്കല്ലേ? എടുത്തോ, ധൈര്യമായിട്ട് എടുത്തോ. എന്താ സൈറ്റില്ലേ? കഴിഞ്ഞല്ലോ ഉരുള് പൊട്ടീനെ അവിടെ. ആ പാറ തെളിഞ്ഞാണ്ടല്ലോ. ഏതാ സൈറ്റ് നോക്കി നിങ്ങള്? സൈറ്റ് ഉണ്ട് നിങ്ങള്?
ഞങ്ങൾ ആ ഓഫ് റോഡ് വന്നിട്ടായത് ഇത് പിന്നെ ആദ്യമല്ലാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം തമിഴ്നാട്ടിൽ നിന്ന് പോന്നപ്പോൾ ഒരു ഫോർച്യൂണറിൽ പോയി അടിച്ചതാണ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ആ കഴിച്ചുകൊണ്ട് എല്ലാം ആണ് റിവേഴ്സ് എടുക്കുകയാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്ത വണ്ടികളായിട്ട് ഓഫ് റോഡ് കളിക്കുക അത് വേറെ ധൈര്യം തന്നെയാണോ അല്ലേ ആസിയെ? കുന്തളിപ്പ് മുതലാളി കജുമ്പോ ഇങ്ങനെ വണ്ടി മുതലാളിക്ക് ഈ വണ്ടിയൊക്കെ തോട്ടത്തിലെ ഇതാണ്. പുല്ലുണ്ടോ വണ്ടി മുതലാളി കാട്ടി കൊടുത്താ കാണിക്കണോ? മുതലാളിക്ക് ഇത് വിഷയം ഇഷ്ടല്ല, പബ്ലിസിറ്റി ഇഷ്ടല്ല. അതാ പ്രശ്നം. മുതലാളിക്ക് ഇനി 4 കോറിയാണ് ഓപ്പൺ ആകുമ്പോ. പിന്നെ കോറി വേണ്ട, ഇവിടെ ചെറിയൊരു ഹോം സ്റ്റേ ആയിട്ട് തന്നെ ആൾക്കാരുണ്ടാവും കേട്ടോ അല്ലേ? നല്ല റിസോർട്ട് അടിപൊളിയായിക്കാരോ വൈബ് അന്വേഷിച്ചാണ്ടില്ലേ ഏക്കന്മാർക്കൊക്കെ. അതിന് പ്ലാൻ ആക്കല്ലേ മുതലാളി? വേണ്ട മുതലാളി, നമ്മൾ താഴത്തേക്ക നമ്മള് നേരെ എനിക്ക് കൊല്ലാൻ കൊണ്ടുപോകണം. അടുത്താഴ്ച തുറച്ചു ദുബായ് തുറച്ചു. കാരണം എന്താണോ, അടുത്താഴ്ച പോവല്ലേ എന്ന് ഉറപ്പാട് പറഞ്ഞാ പിന്നെ ധൈര്യമായിട്ട് വിശ്വസിക്കാം. ഉറപ്പ് കൊടുത്താ വിശ്വാസം. എന്താ പരിപാടി വെച്ചാൽ ആ മാങ്ങ ഉണ്ട് ഞങ്ങൾ എറിഞ്ഞാണ് തള്ളിയിടും. അതിൻ്റെ 2 മാങ്ങ ഉണ്ട്, 3-4 മാങ്ങ ഉണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു നാടൻ വൈബ്. ഞായറാഴ്ച പറഞ്ഞാൽ ഈ ഒരു സാധനം കണ്ടങ്ങൾ, ഈ ഒരു സാധനമായിട്ട് ഓഫ് റോഡ് ആയിട്ടാണ് പോകുന്നത്. ഒരു നാടൻ വൈബ്. ഞങ്ങൾ ഈ ഫുള്ള് എറിഞ്ഞാണ്ട് ചാടിച്ചു. പ്രകൃതി ഉണ്ടെങ്കിൽ ഒരു മഴക്കാല വൈബ്. ആ മാങ്ങക്കുള്ള പല ആക്രമണം ഇപ്പം ഇതൊക്കെ ഇത് പൊട്ടിച്ചെന്നാ എന്നാ ചെറി. ആവും അങ്ങനെ നമ്മൾ ഓഫ് റോഡ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ധാറിട്ട റോഡ് നമുക്ക് എത്താട്ടോ. നാളെ ധാറിട്ട റോഡ് കണ്ടമാന റോഡുണ്ടല്ലോ വൈജാക്ക്. ഓ താഴത്തേക്കാ ഞങ്ങള് വെള്ളം വെച്ചിട്ടുണ്ട്. ഞങ്ങള് പട്ടിണി നടക്കാനല്ലോ പോകുന്നത്. നിങ്ങളൊന്ന് വാസ്തു എന്തോ വാങ്ങി തരാന്നൊക്കെ പറഞ്ഞു. വാസ്തു ഫുഡ് വാങ്ങി തരാറേ. എനിക്ക് എന്നോട് തന്നെ പറഞ്ഞു വാസ്തു ബിരിയാണി വാങ്ങി തരാന്ന്. ചെറിയ എന്നോടൊന്ന് വാസ്തു ബിരിയാണി വാങ്ങി തരാറാണ്. ഓനെ കയറ്റല്ലോ ചോദിച്ചാൽ ഇതേമാതിരി ഞാനും അസീവും പായസവും